രജനി, പണ്ട് നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ ദിവസം കെ രമയെ പോയി കണ്ട് VS അച്യുതാനന്ദൻ ചേർത്തു പിടിച്ചത് ആരും മറന്നിട്ടുണ്ടാവില്ല. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്തായിരുന്നു എന്നത് നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ ചേലക്കരയിലും വയനാട്ടിലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ വലിയൊരു രാഷ്ട്രീയ ബോംബ് പൊട്ടിക്കുകയാണ് EP ജയരാജൻ. മനസ്സിലെന്തായിരുന്നു? മാറി നടന്നതിന്, വിയോജിപ്പറിയിച്ചതിന്, ഇറങ്ങിപ്പോയതിന്, LDF കൺവീനർ സ്ഥാനം വേണ്ടെന്ന് വെച്ചതിന് ഒക്കെ പിന്നിൽ എന്തായിരുന്നു എന്ന് തുറന്നടിക്കുകയാണ് EP ജയരാജൻ. ജയരാജൻ്റെ ആത്മകഥയിൽ പിണറായി സർക്കാരിനും CPM നേതൃത്വത്തിനും രൂക്ഷ വിമർശനമാണ്. രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണ്. ദേശാഭിമാനിക്കായി ബോണ്ട് വാങ്ങിയത് പാർട്ടിയുമായി ആലോചിച്ച് കുറ്റസമ്മതമാണ്. സ്ഥാനങ്ങൾക്ക് വേണ്ടി പാർട്ടിയിൽ വരുന്നവർ വയ്യാവേലിയാണ്. അതായത് സരിനെ ഉദ്ദേശിച്ചാണ് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതിൽ മാനസിക വിഷമം നേരിട്ടെന്നും ആത്മകഥയിൽ പറയുന്നു. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനനൊപ്പം ചേരുന്നു. പ്രജിത്ത്, തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ വെടിപൊട്ടിക്കുന്നു. അത് ചെറുതല്ല, വലിയൊരു അമിട്ടാണ്, ബോംബാണ്. എന്തു പറയുന്നു EP? കൃഷ്ണരാജ്, കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ EP-യുടെ ഈ ആത്മകഥ അത് പുറത്തു വരുന്നു. അതിൻ്റെ പേരിങ്ങനെയാണ്, കവർ ചിത്രങ്ങൾ ഇങ്ങനെയാണ് എന്നൊക്കെ കാട്ടി DC ബുക്സിൻ്റെ നവമാധ്യമ പേജിൽ അതിലൊരു പരസ്യം വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് ഈ പുസ്തകം പുറത്തിറക്കുമെന്ന രീതിയിലുള്ള വാർത്തകളും വരുന്നത്. ഇപ്പോൾ EP എന്താണ് ഈ പുസ്തകത്തിലൂടെ പറഞ്ഞു വിൽക്കുന്നത് എന്നുള്ള കാര്യം കൂടി കുറച്ചുകൂടി വ്യക്തമായിരിക്കുകയാണ്. ഒട്ടനവധി കാര്യങ്ങൾ ഒട്ടനവധി വിവാദങ്ങൾ അദ്ദേഹം പരാമർശിച്ചു പോകുന്നുണ്ട്. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും പുറത്തു വന്നിട്ടില്ല. എന്നാൽ വന്നിട്ടുള്ള ഭാഗങ്ങളിലെല്ലാം പാർട്ടിക്കും നേതൃത്വത്തിനും പിണറായി സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരേക്കുള്ള വിമർശനങ്ങൾ ശക്തമായി ഉന്നയിച്ചിട്ടുണ്ട്. ദേശാഭിമാനി ബോണ്ട് വിവാദം പോലെയുള്ള വിഷയങ്ങളിൽ, വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. നേരത്തെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്ന സമയത്തും അദ്ദേഹം പറഞ്ഞിരുന്നു താൻ ഒരു ആത്മകഥയുടെ പണിപ്പുരയിലാണ്, അത് അധികം വൈകാതെ തന്നെ പുറത്തിറക്കുമെന്ന്. ഈ വൈകാതെ എന്ന് പറഞ്ഞപ്പോൾ ഇത്തരം ഒരു ടൈമിംഗ് അദ്ദേഹം അതിന് കാട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷയില്ല. പ്രത്യേകിച്ച് ചേലക്കരയിലും വയനാട്ടിലുമൊക്കെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ ദിവസം തന്നെ ഈ വിഷയം വലിയ രീതിയിലുള്ള ചർച്ചയാകുമെന്ന് ഉറപ്പുള്ള സമയത്ത് തന്നെ അദ്ദേഹം ഈ പുസ്തകവുമായി രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇനി ആ പുസ്തകത്തിൻ്റെ ചില കാതലായ ഭാഗങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഈ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ തന്നെ ഈ വിവാദങ്ങളെല്ലാം പരാമർശിച്ചിട്ടുണ്ട്. ഈ പ്രത്യേകിച്ച് ദേശാഭിമാനിയുമായി ബന്ധപ്പെട്ടുള്ള ബോണ്ട് വിവാദം എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും പരസ്യം വാങ്ങിയതുപോലെയാണ് ദേശാഭിമാനിയും വാങ്ങിയത്. എന്നാൽ ഇത് പാർട്ടിയിലെ വിഭാഗീയത ഇത് പിന്നീട് തനിക്കെതിരായി മാറ്റി, തന്നെയും ദേശാഭിമാനിയും താറടിച്ച് കാണിക്കാൻ വിഭാഗീയതയ്ക്ക് ചുക്കാൻ പിടിക്കുന്നവർ ശ്രമിച്ചു എന്നുള്ളതാണ്. VS അച്യുതാനന്ദനെയാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് കൃത്യമായി നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. വൈദേഹം നേതാക്കൾക്ക് താമസിക്കാൻ സ്ഥലമൊരുക്കാനാണ് ശ്രമിച്ചത്. റിസോർട്ട് എന്ന പേര് മാധ്യമങ്ങൾ നൽകി. അത്യാഡംബരമെന്ന് വിമർശനം വന്നു. ഗൾഫിൽ പോയി സമ്പാദിച്ച പണമാണ് മകൻ ഇതിൽ നിക്ഷേപിച്ചത്. ഭാര്യയുടെ പെൻഷൻ തുക താനത് നിക്ഷേപിച്ചു. എന്നാൽ അത് കള്ളപ്പണമായിരുന്നായിരുന്നു വാർത്തകൾ. P ജയരാജൻ ഈ വിഷയം ഉന്നയിച്ച യോഗത്തിൽ താൻ പങ്കെടുത്തിട്ടില്ലെന്ന് EP ജയരാജൻ ഈ ആത്മകഥയിൽ പറയുന്നുണ്ട്. എന്നാൽ P ജയരാജന്റെ പ്രസ്താവന തനിക്ക് വിഷമമുണ്ടാക്കി. തുടർന്നുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ്. പിണറായി സർക്കാരിനെതിരെ വരുമ്പോൾ നിരവധി ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നതിൽ തർക്കമില്ല. എന്നാൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന അതിലും കൂടുതലാണ്. ഒന്നാം പിണറായി സർക്കാരിനെ കുറിച്ച് നല്ല അഭിപ്രായമുണ്ടെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിന് അഭിപ്രായം നിലനിർത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നു. മാത്രമല്ല, സർക്കാർ താരതമ്യേന ദുർബലമാണെന്ന തോന്നലും ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് വിശദമായി വിലയിരുത്തണമെന്നും EP പറയുന്നു. സംഘടനാപരമായും രാഷ്ട്രീയപരവുമായിട്ടുള്ള തിരുത്തലുകൾ വരുത്തണം. അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയം പാളിയോ എന്ന സംശയമുണ്ടെന്ന് EP ജയരാജൻ ആത്മകഥയിൽ പറയുന്നു. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായി ഒളിഞ്ഞും തെളിഞ്ഞും നമ്മൾ കേട്ട കാര്യങ്ങളെല്ലാം ഇപ്പോൾ EP തന്റെ ആത്മകഥയിലൂടെ തുറന്നടിക്കുകയാണ് എന്നുള്ളതാണ്. ഈ BJP-യിൽ അത്തരം കഥകളെ പറ്റി അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. ഈ വയനാട്ടിലെ മത്സരം സംബന്ധിച്ച കാര്യത്തിൽ EP ജയരാജൻ പറയുന്ന ഒരു കാര്യം, അതൊരു കുരുക്കാണ്. മത്സരിച്ചില്ലെങ്കിൽ അത് BJP-ക്ക് ഗുണം ചെയ്യും. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായവർ എന്തിനു മത്സരിക്കുന്നു എന്ന എതിർചോദ്യവും ഉണ്ടാകും. എന്തായാലും ഇതെല്ലാം കേരളത്തിലെ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുമെന്നൊക്കെയുള്ള വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഇത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, പാലക്കാട്ടെ സരിന്റെ സ്ഥാനാർത്ഥിത്തെക്കുറിച്ച്, LDF സ്ഥാനാർത്ഥിയായ സരിന്റെ കാര്യം കൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: ഈ അവസരവാദ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥിയെക്കുറിച്ചും ചർച്ച ചെയ്യണമെന്നാണ് EP ഈ ആത്മകഥയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തലേ ദിവസം വരെ UDF സ്ഥാനാർത്ഥിയാക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു സരിൻ. അത് നടക്കാതായപ്പോഴാണ് ഇരട്ടി വിളക്ക് മുമ്പ് മറുകണ്ഠം ചാടിയത്.
ശത്രുപാളയത്തിലെ വിള്ളൽ മുതലെടുക്കണമെന്ന് നേര് തന്നെ. എന്നാൽ പല ഘട്ടത്തിൽ അത് പ്രയോജനപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ അതിലും വയ്യാവേലിയായിട്ടുള്ള നിരവധി സന്ദർഭങ്ങളുമുണ്ട് എന്നുള്ള കാര്യം കൂടി EP ഓർമ്മിക്കുന്നുണ്ട്. PV അൻവറിന്റെ കാര്യമൊക്കെ എടുത്തു പറയുന്നു. എന്തായാലും ഈ സരിനെ സ്ഥാനാർത്ഥിയാക്കിയത് ശരിയോ തെറ്റോ എന്നുള്ളത് കാലം തെളിയിക്കട്ടെ എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേരെ മുന വെച്ചുകൊണ്ട് പറയുമ്പോഴും തന്റെ കാര്യം കൂടെ എടുത്തു പറയുകയാണ്. തന്നെ പാർട്ടി മനസ്സിലാക്കിയിട്ടില്ല. LDF കൺവീനർ സ്ഥാനം പോയതിൽ തനിക്ക് വളരെ പ്രയാസമുണ്ടായിരുന്നു. അതെ, അതിൽ കൃത്യമായി EP പറയുന്ന ഒരു കാര്യം, താൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, അവിടെയായിരുന്നു തീരുമാനമുണ്ടാകേണ്ടത്. പക്ഷേ തീരുമാനമുണ്ടായത് സംസ്ഥാനമില്ലാത്ത സെക്രട്ടേറിയറ്റിലാണ് ഈ വിഷയം ചർച്ച ചെയ്തത്. പദവി നഷ്ടപ്പെട്ടു എന്നത് പ്രയാസമല്ല, പക്ഷേ പാർട്ടി മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് തൻ്റെ വിഷമമെന്ന് EP പറയുന്നു. അന്ന് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, പ്രത്യേകിച്ച് EPയെ സ്ഥാനത്ത് നിന്നൊക്കെ നീക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുള്ളതാണ്. അപ്പോൾ എത്രമാത്രം അദ്ദേഹത്തെ ബാധിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തെ വിഷമിപ്പിച്ചു എന്നുള്ള കാര്യം കൃത്യമായി പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ പറയാനുള്ളത്, അതായത് ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ താൻ കേന്ദ്ര കമ്മിറ്റി അറിയിച്ചതാണ്. ഉൾപ്പാട്ടിൽ ചർച്ചയിൽ പറയേണ്ടത് അവിടെ പറയുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് ധർമ്മം. എന്നാൽ ഈ വിഷയത്തിൽ പാർട്ടി എടുത്ത തീരുമാനം അത് അണികൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്ന് EP കൃത്യമായി പറയുന്നു. പക്ഷേ എത്ര വിമർശനങ്ങൾ ഉണ്ടായാലും ശരി, പാർട്ടിക്കൊപ്പം തന്നെ നിന്ന് പ്രവർത്തിക്കുമെന്നും ഈ ആത്മകഥയിൽ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ നമുക്ക് ഇനിയിപ്പോൾ അല്പം സംശയമൊക്കെ പ്രകടിപ്പിക്കേണ്ട സാഹചര്യം എത്തിയോ എന്നുള്ളൊരു സംശയം ഇപ്പോൾ നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാടിലേക്ക് EP പോയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇത് പെട്ടെന്നുണ്ടായ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മാധ്യമങ്ങൾ ചോർത്തിയെടുത്തൊരു സംഭവമായി ഇതിനെ കാണാൻ നമുക്ക് നിലവിൽ കഴിയില്ല. കാരണം കഴിഞ്ഞ ദിവസം തന്നെ DC ബുക്സ് ഇത്തരമൊരു പോസ്റ്റർ പങ്കുവെച്ചതിലൂടെ കൃത്യമായി, കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് അത്തരമൊരു പോസ്റ്റർ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് പുറത്തു വിടണമെങ്കിൽ EP കൂടി തീരുമാനിക്കണമല്ലോ. DC ബുക്സ് മാത്രമല്ല, EP കൂടി തീരുമാനിക്കണമല്ലോ. നേരത്തെ ആദ്യം കൃഷ്ണരാജ് ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. എങ്ങനെയാണ് നേരത്തെ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് VS അച്യുതാനന്ദൻ പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലേക്ക് നയിച്ചത്? സമാനമായ ഒരു നിലപാട്, സമാനമായി കാത്തിരുന്നു കൊണ്ടുള്ളൊരു നിലപാട്, തക്കം പാർത്തിരുന്ന് കാത്തിരുന്ന് കൃത്യമായ ദിവസം തന്നെ ഈ വിഷയം ചർച്ചയാക്കാൻ EP ജയരാജൻ ശ്രദ്ധിച്ചു എന്നുള്ളത് നമ്മളിവിടെ എടുത്തു പറയേണ്ടതാണ്. ഈ പറയുന്ന പരാമർശങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വാദങ്ങളായി നേരത്തെ തന്നെ പല അദ്ദേഹത്തോടുമായി അടുപ്പമുള്ള കേന്ദ്രങ്ങൾ പലപ്പോഴും രഹസ്യമായിട്ടൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിലേതെങ്കിലും തരത്തിലുള്ള പുറത്തു നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് കൂടി സംശയിക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നില്ല. എന്തായാലും കൃത്യമായി ചേലക്കരയിലും വയനാട്ടിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പാർട്ടി ചേലക്കരയിൽ നടത്തുന്നത് ഒരു അഭിമാന പോരാട്ടം കൂടിയാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി നേരിട്ട് ഏറ്റവും കൂടുതൽ ക്യാമ്പ് ചെയ്ത് പ്രചാരണം നടത്തിയ സ്ഥലം എന്ന് പറയുന്നത് ചേലക്കരയാണ്. അപ്പോൾ ഇതെല്ലാം EPക്ക് അറിവുള്ളതാണ്. ഈ വിഷയങ്ങളും വിവാദങ്ങളും എല്ലാം അറിവുള്ളതാണ്. പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യവും EPക്ക് കൃത്യമായി അറിയാം. ആ ദിവസം ആ സമയം കൃത്യമായി നോക്കി വെച്ചുകൊണ്ട് ഇത്തരമൊരു ആത്മകഥയുടെ ഭാഗങ്ങൾ പുറത്തു വന്നതിന് പിന്നിൽ കൃത്യമായ അജണ്ട അദ്ദേഹം കാട്ടുന്നു എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അതിന് നേരത്തെ കൃഷ്ണരാജ് ചൂണ്ടിക്കാട്ടിയ കാര്യം തന്നെയാണ് പൊതുവിടത്തിലും സമൂഹ മാധ്യമങ്ങളിലും എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നത്. എങ്ങനെയാണോ VS TP ചന്ദ്രശേഖരൻ്റെ വീട്ടിൽ പോയതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം പാർട്ടിയെ അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു പ്രതിസന്ധിയിലേക്ക് നയിച്ചത്, അതേ പ്രതിസന്ധിയിലേക്ക് നയിക്കാൻ തന്നെയാണ്, അത് ലക്ഷ്യമിട്ട് തന്നെയാണ് EP ഈ രീതിയിലുള്ള ഒരു നടപടിയുമായി മുന്നോട്ട് പോയത് എന്നുള്ളതാണ് പ്രധാനമായും വരുന്ന വിമർശനം. എന്തായാലും അത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. ഒരുപക്ഷെ ഇത് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം നിഷേധിക്കുകയാണെങ്കിൽ കൂടി ഇതിനു മുൻപ് ഈ DC ബുക്ക് പോലെയുള്ള പ്രസാധകർ EPയോട് ചോദിക്കാതെ, EP അറിയാതെ ഇത്രയും പെട്ടെന്ന് ഇത്രയും ഒരു കവർ ഡിസൈൻ ചെയ്തതും ഈ കാര്യങ്ങൾ പുറത്തു പറയുന്നതും ഒന്നും ചെയ്യില്ല. അതിനൊരു റിപ്യൂട്ടുള്ള സ്ഥാപനമാണ്. അപ്പോൾ അവർ നേരത്തെ തന്നെ ഇത് കൃത്യമായി ഉറപ്പിച്ച് നടപടികളുമായി മുന്നോട്ട്. ആത്മകഥയുടെ പേര് കട്ടൻ ചായയും പരിപ്പ് വടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്നാണ്. EPയും EMSും നിൽക്കുന്ന ചിത്രമാണ്. അതായത് പുതിയ കാല നേതാക്കന്മാരെ ആരെയും ചേർത്ത് പിടിക്കാതെ എൻ്റേതൊരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതമാണ് എന്ന് പറയാൻ ശ്രമിക്കുന്നു. മാത്രമല്ല, കട്ടൻ ചായയും പരിപ്പ് വടയും എന്ന ഒരു പ്രതീകാത്മകതയുണ്ടല്ലോ കമ്മ്യൂണിസ്റ്റുകളുടെ, അതിൽ നിന്നൊക്കെ നിങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന ചൂണ്ടിക്കാട്ടൽ കൂടിയാണോ ആ തലക്കെട്ടും ആ ചിത്രവുമൊക്കെ? കൃഷ്ണരാജ്, അത് ഈ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികതയുടെയൊക്കെ ഒരു വശം പിടിച്ചുകൊണ്ട് EP അത്തരമൊരു തലക്കെട്ടും അത്തരമൊരു നിറവും അത്തരമൊരു ചിത്രവും തിരഞ്ഞെടുത്തു എന്ന് നമുക്ക് പറയേണ്ടി വരും. അതിന് പല അർത്ഥങ്ങൾ നമുക്ക് കാണാം. ഒന്നെങ്കിൽ താൻ നയിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതമാണ്. ഇപ്പോൾ ഈ വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്ന ആരോപണങ്ങൾ തന്നെ ബാധിക്കുന്നതല്ല, അല്ലെങ്കിൽ ആ രീതിയിലല്ല താൻ എന്നുള്ളതിന് ഉദ്ദേശിക്കാം. അതോടൊപ്പം തന്നെ അടുത്ത കാലത്ത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടായ നയവ്യതിയാനങ്ങളെ പറ്റി EP ചൂണ്ടിക്കാട്ടുന്നതാവാം. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ നയങ്ങളിലെ പ്രശ്നങ്ങൾ
ഇടപെടലുകളിലെ പ്രശ്നങ്ങളൊക്കെ നേരത്തെ CPM സംസ്ഥാന സമിതിയൊക്കെ ചർച്ച ചെയ്തതാണ്. ഒരു തിരുത്തൽ നയരേഖയൊക്കെ അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള ചർച്ചകളൊക്കെ പോയതാണ്. പിന്നീട് കാര്യങ്ങൾ എങ്ങോട്ടും എത്തിയില്ല. പക്ഷേ അതെല്ലാം EP കൃത്യമായി ഈ വിഷയത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നുള്ളതാണ്. സൈദ്ധാന്തികപരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിലെ നിലപാടുകളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടുകളിലൊക്കെ ഒരു അപജയം സംഭവിച്ചു എന്നുള്ള ഒരു ചൂണ്ടിക്കാട്ടൽ കൂടിയായി നമുക്കിതിനെ വിലയിരുത്താം. നേരത്തെ P ജയരാജന്റെ ഒരു പുസ്തകം വന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ അവസാനിച്ചിട്ടില്ല, അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ കൂടിയാണ് EP ജയരാജന്റെ ഈ പുസ്തകം വരുന്നത്. ഈ പുസ്തകത്തിലെ പരാമർശങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല വരുന്ന തെരഞ്ഞെടുപ്പുകളിലുമെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മുറിവേൽപ്പിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം EP തനിക്ക് ഉണ്ടായിട്ടുള്ള അപമാനം അല്ലെങ്കിൽ അധിക്ഷേപം അതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ആത്മകഥ തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. അന്ന് കൃത്യമായി EP പറയുന്ന ഒരു കാര്യം, പൊതുവേദിയിലൊന്നും പാർട്ടി ആദ്യഘട്ടത്തിൽ അദ്ദേഹം വിമർശിക്കുന്ന സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. തനിക്ക് പറയാനുള്ളതെല്ലാം ഈ പുസ്തകത്തിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞതാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ. ഈ ആത്മകഥ അത് പുറത്തിറങ്ങും, ഉടൻ തന്നെ പുറത്തിറങ്ങും, അത് ഏതാണ്ട് പൂർത്തിയായി എന്നുള്ളതായിരുന്നു അന്ന് EP പറഞ്ഞത്. ഇപ്പോൾ EP പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു. ഇനി ഇതിൽ പ്രതികരണങ്ങൾ വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് CPM സംസ്ഥാന സെക്രട്ടറിക്ക് എന്ത് ആണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് എന്നുള്ള ചോദ്യമുണ്ട്. അതുപോലെ തന്നെ P ജയരാജനെതിരായ വിമർശനം, അദ്ദേഹത്തിൻ്റെ പരാമർശം തനിക്ക് പ്രയാസമുണ്ടാക്കി എന്നുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ താനില്ലാത്ത ഘടകത്തിൽ താനില്ലാത്ത യോഗത്തിൽ തനിക്കെതിരെ നടപടി സ്വീകരിച്ചു എന്നുള്ള വിമർശനം, പാർട്ടിയുടെ സംഘടനാപരമായ ചട്ടക്കൂടുകൾക്കും വീഴ്ചയുണ്ടായെന്ന് EP ചൂണ്ടിക്കാട്ടുകയാണ്. അതോടൊപ്പം പിണറായി വിജയൻ സർക്കാരിൻ്റെ രണ്ടാം പിണറായി വിജയൻ സർക്കാർ ദുർബലമായ സർക്കാരാണ് എന്ന് പറയുന്നതോടുകൂടി മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന പിണറായി വിജയൻ അദ്ദേഹം കൂടുതൽ ദുർബലനായിരിക്കുന്നു എന്ന് CPMന്റെ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം തന്നെ അദ്ദേഹം ഒരു രേഖാപരമായി തന്നെ ഇപ്പോൾ പറയുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നു സർക്കാരിന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, ആ വീഴ്ചകൾ തിരുത്താൻ പാർട്ടി തയ്യാറാകണമെന്ന് അദ്ദേഹം പറയുമ്പോൾ പിണറായിയെ തിരുത്താൻ ഇനിയെങ്കിലും പാർട്ടി തയ്യാറാകണം എന്നുള്ളതെല്ലാം ഈ കാര്യത്തിലൂടെ ഇപ്പോൾ EP ജയരാജൻ ലക്ഷ്യമിടുന്നു. പ്രത്യേകിച്ച് PV അൻവറിന്റെ കാര്യത്തിലുണ്ടായ വീഴ്ചകൾ അദ്ദേഹം എടുത്തു കാട്ടുന്നു. പാലക്കാട്ട് സരിന്റെ സ്ഥാനാർത്ഥത്തിൽ CPMൽ നിലനിൽക്കുന്ന വലിയ അതൃപ്തി അതുകൂടി അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ കൃത്യമായി ഉൾപ്പെടുത്തേണ്ടവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. സരിന്റെ കാര്യം വരെ പറയുന്നുവെങ്കിൽ അത് അപ്ഡേറ്റഡ് ആണ്. കാരണം ഏറ്റവും പുതിയത് പോലും അൻവറിന്റെ കാര്യം പറയുന്നു, അവസരവാദികളുടെ കാര്യം പറയുന്നു, സരിന്റെ കാര്യം പറയുന്നു, ഒക്കെയുണ്ട്. നോക്കൂ പ്രജിത്ത്, ഈ ആദ്യം P ജയരാജൻ ആത്മകഥ എഴുതുന്നു, ഇപ്പോൾ EP, ഇവരെല്ലാവരും തിരുത്തലിൻ്റെ വാക്കുകളാണ് പറയുന്നത്. ഞങ്ങൾക്ക് നേരിട്ട അപമാനം പറയാതെ പറയാൻ ശ്രമിക്കുന്നു, ചിലർ തുറന്നു പറയുന്നു. ഇതൊക്കെ പാർട്ടി വേദികളിൽ മാത്രം പറയേണ്ട കാര്യങ്ങളായിരുന്നല്ലോ പണ്ടത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിൽ. ഇതൊക്കെ ഇപ്പോൾ തുറന്നു പറയുകയാണ്. ആ തുറന്നു പറച്ചിലിന് പിന്നിൽ എൻ്റെ പാർട്ടി മോശം അവസ്ഥയിലാണ് എന്ന് മാത്രമല്ല, ഇനിയും മോശം അവസ്ഥയിലേക്ക് പോകട്ടെ എന്നുകൂടിയില്ലേ? CPMന്റെ സംഘടനാ വേദികളിൽ തനിക്ക് പറയാൻ അവസരം കിട്ടിയില്ല എന്നുള്ളൊരു സൂചന ഇതിൽ EP മുന്നോട്ട് വെക്കുന്നുണ്ട് കൃഷ്ണരാജ്. പ്രത്യേകിച്ച് താനില്ലാത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് തനിക്കെതിരായിട്ടുള്ള നീക്കം വന്നത്, അല്ലെങ്കിൽ തനിക്കെതിരെ തന്നെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനുള്ള ആ നീക്കം ഉണ്ടായതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം കൃത്യമായി പറയുന്നത് പദവി നഷ്ടപ്പെട്ടു എന്നതിലല്ല പ്രയാസം, പാർട്ടി മനസ്സിലാക്കിയില്ല എന്നതാണ്. കേന്ദ്ര കമ്മിറ്റി അംഗമായ തനിക്കെതിരെ നടപടി തീരുമാനിക്കേണ്ടത് കേന്ദ്ര കമ്മിറ്റിയാണ്. ഈ വിഷയത്തിൽ പറയാനുള്ളത് കേന്ദ്ര കമ്മിറ്റി അറിയിച്ചിരുന്നു, അന്തിമ തീരുമാനം അവിടെയാണ് ഉണ്ടാകേണ്ടത്. പക്ഷേ അതിന് പകരം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നിട്ടാണ് ഇത്തരമൊരു തീരുമാനം എടുത്തത് എന്നുള്ളതാണ് EP പറയുന്നതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ പാർട്ടി എടുത്ത തീരുമാനം അണികൾക്കിടയിൽ വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ അദ്ദേഹം കൃത്യമായി ചൂണ്ടിക്കാട്ടുന്ന ഒരു വിഷയം, CPMന്റെ സാധാരണ സംഘടനാ രീതി അനുസരിച്ചല്ല തനിക്കെതിരെ നടപടി ഉണ്ടായത് എന്നുള്ളതാണ്. തനിക്കെതിരെ നടപടി തീരുമാനിക്കേണ്ട ഘടകമല്ല തന്നെ LDF കൺവീനർ സ്ഥാനത്ത് മാറ്റുന്ന ആ തീരുമാനമെടുത്തത്. അത് അണികൾക്കിടയിൽ പോലും തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സംസ്ഥാന നേതൃത്വത്തിന് വീഴ്ച വന്നു, കേരള ഘടകത്തിന് വീഴ്ച വന്നു എന്നുള്ളത് EP ജയരാജൻ ആവർത്തിച്ച് പറയുകയാണ്. അത് അദ്ദേഹം വ്യക്തമാക്കുന്നതിലൂടെ അദ്ദേഹം ലക്ഷ്യമിടുന്നത് CPMന്റെ സംഘടനാ ദൗർബല്യത്തെ ലക്ഷ്യമിടുന്നുണ്ട്, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ ലക്ഷ്യമിടുന്നുണ്ട്, പിന്നെ ഈ പറയുന്ന കേരളത്തിലെ ഘടകത്തിന്റെ എല്ലാമായിട്ടുള്ള അല്ലെങ്കിൽ പരമാധികാരി എന്നൊക്കെ നമുക്കിപ്പോൾ വേണമെങ്കിൽ വിളിക്കാവുന്ന പിണറായി വിജയനെതിരെയും അദ്ദേഹം ലക്ഷ്യമിടുന്നു. കാരണം CPMന്റെ സാധാരണ സംഘടനാ രീതിയെ മറികടന്നുകൊണ്ട് തനിക്കെതിരെ നടപടി സ്വീകരിക്കണം, അല്ലെങ്കിൽ EP പോലെ ഒരാൾക്കെതിരെ നടപടി സ്വീകരിക്കണമെങ്കിൽ അതിന് സംസ്ഥാനത്തെ ഏറ്റവും കരുത്തനായ നേതാവിൻ്റെയും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ തലപ്പത്ത് നിൽക്കുന്ന ആളുടെയും ഒരു
ഒരുമിച്ച് ചേർന്നുള്ള ഒരു തീരുമാനമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. നിലവിലത്തെ CPM-ന്റെ സംഘടനാ രീതി വെച്ച് തന്നെ അത്തരമൊരു തീരുമാനം EP-യെ പോലെ ഇത്രയധികം തലമുതിർന്ന ഒരു നേതാവിനെതിരെ ആ നടപടി എടുക്കണമെങ്കിലും അതിന് CPM-ന്റെ സംഘടനാ രീതികളും ബൈലോയും ഒക്കെ തെറ്റിച്ചുകൊണ്ടുള്ള നടപടികളിലേക്ക് പോകണമെങ്കിലും അതിന് പിന്നിൽ പിണറായിയും MV ഗോവിന്ദനുമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അവരെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇപ്പോൾ EP ജയരാജൻ ഈ സംഘടനാപരമായ ദൗർബല്യം, പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്ന സംഘടനാപരമായ ദൗർബല്യത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് അണികൾക്കിടയിൽ കൂടി ചർച്ചയാകണം എന്നുള്ളത് ലക്ഷ്യമിട്ടുകൂടിയാണ്. നമ്മൾ ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യം മാത്രമല്ല ഇവിടെ ചിന്തിക്കേണ്ടത്, CPM-ന്റെ സമ്മേളന കാലയളവാണ് എന്നുള്ളത് കൂടി ആലോചിക്കണം. പ്രാദേശിക തലങ്ങളിൽ നിന്ന് അടുത്ത തലത്തിലേക്ക് സമ്മേളനം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. കാലഘട്ടത്തിൽ തന്നെയാണ് ഈ EP-യുടെ ഒരു ബോംബ് പൊട്ടിക്കൽ എന്ന് കൂടെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം EP പറഞ്ഞു വയ്ക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ വീഴ്ചയാണ് ഉണ്ടായിരുന്നു. EP മാത്രമല്ല, അത് പറഞ്ഞു തുടങ്ങുന്നത് പാലക്കാട് നിന്ന് പറഞ്ഞു തുടങ്ങിയതാണ്. നേരത്തെ കൃഷ്ണരാജ് പറഞ്ഞതുപോലെ ഏറ്റവും പുതിയ കാര്യങ്ങൾ വരെ വളരെ അപ്ഡേറ്റഡായി പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കാരണം ഒന്നും വിട്ടുന്നില്ല EP എന്നുള്ളതാണ്. എവിടെയൊക്കെ വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെന്ന് EP കരുതുന്നു അതെല്ലാം അദ്ദേഹം തുറന്നു പറയുന്നു. അതിലദ്ദേഹം പരസ്യമായ വിമർശനം ഉയർത്തുന്നു. ഈ പാലക്കാട് ഈ സരിനെ സ്ഥാനാർത്ഥിയാക്കുന്നതുമായി ബന്ധപ്പെട്ട CPM-ൽ വലിയ അതൃപ്തി ഉണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് അത് സരിന് മാത്രമല്ല, നേരത്തെ ഈ CPM-ലേക്ക് കോൺഗ്രസും UDF-ഉം ഒക്കെ വിട്ട് വരുന്ന നേതാക്കൾക്ക് അവർക്ക് നൽകുന്ന അമിതമായ പ്രാധാന്യം, KPCC ജനറൽ സെക്രട്ടറി ആയിരുന്ന ആൾക്ക് വലിയ ബോർഡുകളുടെ ഒക്കെ തലപ്പത്തേക്ക് സ്ഥാനം കൊടുക്കുന്നത്, അതുപോലെ KPCC സെക്രട്ടറി ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനൊപ്പം ചേരുന്നുണ്ട്. പക്ഷേ K സുരേന്ദ്രൻ, തെരഞ്ഞെടുപ്പ് ദിവസം ഒന്നുകൂടി ആവർത്തിക്കട്ടെ, VS അച്യുതാനന്ദൻ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ദിവസം TP-യുടെ ഭാര്യ KK രമയെ പോയി കണ്ടത് എത്രമാത്രം ആ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചുവെന്ന് കണ്ടതാണ്, എത്രമാത്രം വിവാദങ്ങൾ ഉണ്ടാക്കിയെന്ന് കണ്ടതാണ്. ഇന്നിപ്പോൾ രണ്ടിടത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ ദിവസം ചില തുറന്നു പറച്ചിലുകളുടെ ഭാഗങ്ങൾ പുറത്തു വരുന്നു. അതാകട്ടെ വലിയ ബോംബ് തന്നെയാണ്, വരുന്ന ദിവസങ്ങളിൽ CPM-നെ രാഷ്ട്രീയമായി ബാധിക്കുന്നത് തന്നെയാണ്. EP എന്തുകൊണ്ട് ഇന്നു തന്നെ തെരഞ്ഞെടുത്തു? ഇത് വളരെ വ്യക്തമാണ്. CPIM-ലെ ആഭ്യന്തര പ്രശ്നങ്ങൾ, ആ പാർട്ടി നേരിടുന്ന സംഘടനാപരമായും ആശയപരമായുമുള്ള ഭിന്നതകൾ, ആ പാർട്ടിയിൽ അധികാരത്തിന്റെ ഇടനാഴികളിൽ നടക്കുന്ന ഏറ്റവും മ്ലേച്ഛമായ കാര്യങ്ങൾ, ഇതെല്ലാം ഒരു വലിയ നാശത്തിലേക്ക്, സർവനാശത്തിലേക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ കൊണ്ടെത്തിക്കാൻ പോകുന്നു എന്നുള്ളതാണ് സ്ഥിതി. അതിന്റെ ഒരു പ്രകടമായിട്ടുള്ള ഉദാഹരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ബംഗാളിലേതുപോലെ, ത്രിപുരയിലേതുപോലെ CPIM പാർട്ടി നശിച്ചില്ലാതാവുകയാണ് കേരളത്തിലും. ഈ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിലും, ഇന്ന് പോൾ ചെയ്യുന്ന ഉപതെരഞ്ഞെടുപ്പിലും 20-ാം തീയതി നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തകരും. അവിടെയെല്ലാം ദേശീയ ശക്തികൾ ഉയർന്നു വരും എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് കേരളത്തിലെ ഒരു വലിയ ചരിത്രം, ഇത്രയും വർഷത്തെ ഏതാണ്ട് ഒരു നൂറ്റാണ്ടിനടുത്തുള്ള ചരിത്രം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അസ്തമിക്കാൻ പോകുന്നു. നാം ബംഗാളിലും ത്രിപുരയിലും കണ്ട അതേ സാഹചര്യങ്ങൾ, അധികാരം തലയ്ക്ക് പിടിച്ച് അഴിമതിയും സ്വജനപക്ഷപാതവും എല്ലാ വൃത്തികേടുകളും നടത്തുന്ന ഒരു നേതൃത്വമായി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരും ഇപ്പോഴത്തെ CPM നേതൃത്വവും മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ തർക്കങ്ങളിലെ പുതിയ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അധികാരത്തിന്റെ ഭാഗമായി നടക്കുന്ന സാമ്പത്തിക സമാഹരണം, അഴിമതി, സ്വജനപക്ഷപാതം, മറ്റ് വൃത്തികേടുകൾ, ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എത്രമാത്രം സ്വാധീനിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണിത്. ഇന്നത്തെ തുറന്നു പറച്ചിലുകൾ ഒരു ദിവസത്തേക്കുള്ള തുറന്നു പറച്ചിലുകളല്ല. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമ്പൂർണ്ണമായിട്ടുള്ള തകർച്ചയിലേക്കുള്ള ഒരു തുടക്കമായിരിക്കും ഇതെല്ലാം. K സുരേന്ദ്രൻ, EP രണ്ടും കൽപ്പിച്ചാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, EP ജയരാജനെ പോലെ ഒരാൾക്ക് ഇനി അധികകാലം ആ പാർട്ടിക്കകത്ത് നിൽക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. കാരണം EP ജയരാജനെ പൂർണ്ണമായിട്ടും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ എടുത്ത ഒരു സ്ട്രാറ്റജി, മുതിർന്ന നേതാക്കളെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് തനിക്കും തന്റെ കുടുംബത്തിനും അധികാരം തുടർച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഭരണം മുഴുവൻ തനിക്കും തന്റെ മരുമകനും ചേർന്ന് ഭരിക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ വളരെ ആസൂത്രിതമായിട്ടാണ് ശ്രീ G സുധാകരൻ, ശ്രീ EP ജയരാജൻ, അതുപോലെ തോമസ് ഐസക്, അങ്ങനെ നിരവധി AK ബാലൻ, അങ്ങനെ നിരവധി സീനിയർ നേതാക്കളെ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കാതെ അവസാന നിമിഷം ഒരു മുഹമ്മദ് റിയാസിനെ പിൻഗാമിയാക്കി വാഴിക്കാൻ വേണ്ടിയിട്ട് ഇനിയുള്ള കാലങ്ങളിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ഇനി സർക്കാരിനുമെല്ലാം നേതൃത്വം നൽകേണ്ടത് താനും തന്റെ കുടുംബവും തന്നെ ആയിരിക്കണം. താനില്ലെങ്കിലും തന്റെ കുടുംബം
ഇത് ഭരണം നീട്ടിക്കൊണ്ടുപോകണം എന്നുള്ള ഒരു 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 വളരെ വികലമായിട്ടുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ശ്രീ മുഹമ്മദ് റിയാസിനെ പെട്ടെന്ന് കൊണ്ടുവന്ന് അദ്ദേഹത്തെ പാർട്ടി സെക്രട്ടേറിയറ്റിലേക്കും അതുപോലെ മന്ത്രിസഭയിലേക്കും കൊണ്ടുവന്ന് തന്റെ ഒരു പിൻഗാമിയെ കോൺഗ്രസ് ചെയ്യുന്നത് പോലുള്ള ഒരു രാഷ്ട്രീയം അദ്ദേഹം കാണിച്ചത്. അതിന്റെ അനുരണനങ്ങൾ അന്നു മുതലേ തുടങ്ങിയതാണ്. അതിന്റെ പ്രത്യാഘാതം ചെറുതായിരിക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മുതിർന്ന നേതാക്കളെല്ലാം കൈയൊഴിയുന്നു എന്നുള്ളതാണ് സത്യം. ജി സുധാകരനൊക്കെ പല ഘട്ടങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പാർട്ടി ഇന്ന് നേരിടുന്ന അപജയം, പാർട്ടിക്കകത്ത് തീവ്രവാദ ശക്തികൾ പിടിമുറുക്കുന്നതിന്റെ അപജയം, അഴിമതിയുടെയും അതുപോലെ മറ്റ് വൃത്തികെട്ട കഥകളുടെയും എല്ലാം കാര്യങ്ങൾ ഓരോ ദിവസവും ഓരോ ജില്ലയിലും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതൊരു വലിയ തിരിച്ചടിയുടെ ഒരു നാശത്തിന്റെ നാളുകളാണ് എന്നുള്ളത് ഉറപ്പാണ്. ശ്രീ കെ സുരേന്ദ്രൻ, പാർട്ടി തന്നെ മനസ്സിലാക്കിയില്ല, രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണ്, കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ ദുഃഖമുണ്ട്, വിഷമമുണ്ട് എന്നൊക്കെ അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. അതായത് ഞാൻ ശരിയാണ്, നിങ്ങൾ പാർട്ടിയാണ് തെറ്റ് ചെയ്തത് എന്നുകൂടി പറയുന്നില്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ മേഖലയിലും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ട്. ഇപ്പൊ കണ്ണൂരിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായി വിലയിരുത്തിയാൽ, കണ്ണൂരിൽ ദിവ്യയുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ നവീൻ ബാബുവിന്റെ മരണം, ആദ്യം അവര് നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണെന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് അങ്ങനെ നിൽക്കാൻ കഴിയില്ല. പി ദിവ്യയും ഗോവിന്ദനും ജയരാജനും എല്ലാം ചേർന്ന്, അവിടുത്തെ ജില്ലാ സെക്രട്ടറി ജയരാജനും എല്ലാം ചേർന്ന് നടത്തുന്ന പല വഴിവിട്ട ഇടപാടുകളും അതൊക്കെ പുറത്തു വരും എന്നുള്ള വലിയ ആശങ്ക അവരെ നേരിടുന്നുണ്ട്. എല്ലാ ജില്ലകളിലും ഇത് പ്രകടമാണ്. ഇപ്പൊ പാലക്കാട് ജില്ലയിലൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഓരോ നേതാക്കളും ഓരോ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നേ വരെ നാം കേട്ടുകളിവില്ലാത്ത കാര്യങ്ങളാണ് ഓരോ ജില്ലയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലാണെങ്കിൽ പാർട്ടി നേതൃത്വത്തിനെതിരായിട്ടുള്ള വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ നേരിട്ട് തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ജില്ലയിലും, കണ്ണൂർ ജില്ലയിലും പാർട്ടിയുടെ ഇല്ലങ്ങളിലെല്ലാം, ആലപ്പുഴ ജില്ലയിൽ നടക്കുന്ന അവരുടെ തകർച്ചയുടെ ആഴം എത്രയുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പുന്നപ്രയിലും വയലാറിലും നമ്മൾ കണ്ടതാണ്. കയ്യൂരിലും കരിവള്ളൂരിലും എല്ലാം ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു പതനം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ടാവുകയാണ്. ഒരർത്ഥത്തിൽ ഇത് വളരെ നല്ലൊരു ഡെവലപ്മെന്റ് ആണ്. കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി അവസാനിക്കുകയും അവിടെ ദേശീയ ശക്തികൾ വളർന്നു വരികയും ചെയ്യുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സൂചന കൂടി ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതേ ഘടനയിൽ, മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒറ്റ ചോദ്യം കൂടി കെ സുരേന്ദ്രൻ, അതായത് ഈ പാർട്ടിക്കുള്ളിൽ മാത്രം പറയുമായിരുന്ന തിരുത്തൽ വാക്കുകൾ ഇപ്പോൾ പി ജയരാജൻ, പിന്നീട് ഇ.പി. ജയരാജൻ ഒക്കെയും, അതും കണ്ണൂരിൽ നിന്ന് തന്നെ ഉറക്കെ കേൾക്കുകയാണ്, തുറന്നു പറച്ചിലുകളായി. അത് സി പി എമ്മിനെ എത്രമാത്രം പ്രതിരോധത്തിലാക്കുന്നുണ്ട്? തീർച്ചയായിട്ടും ശ്രീ പിണറായി വിജയൻ യുഗം വന്നതിന് ശേഷം ആ പാർട്ടിക്കകത്ത് മറ്റ് കോൺഗ്രസ് പാർട്ടിയിലെല്ലാം നടക്കുന്നത് പോലുള്ള അതേ സംഭവങ്ങൾ തന്നെയാണ് നടക്കുന്നത്. ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അധികാര കേന്ദ്രീകരണമാണ് ഇപ്പോൾ, ഒരു കുടുംബത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അധികാര കേന്ദ്രീകരണമാണ് ഇപ്പോൾ പാർട്ടിക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. സമ്പത്തും അധികാരവും ഒരു കുടുംബവും ഒരു വ്യക്തിയിലും കേന്ദ്രീകരിക്കപ്പെടുക എന്ന് പറയുമ്പോഴാണ് ഈ എല്ലാ രാജ്യങ്ങളിലും ഈ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തകർന്ന ചരിത്രം നോക്കിയാൽ എല്ലാ രാജ്യങ്ങളിലും ഒരു കുടുംബത്തിലേക്കും ഒരു വ്യക്തിയിലേക്കും അധികാരം സമ്പത്തും കുമിഞ്ഞുകൂടി. അത് തന്നെയാണ് ലോകം മുഴുവൻ നമ്മൾ കണ്ടത്. അത് റഷ്യയിൽ നമ്മൾ കണ്ടു, കിഴക്കൻ യൂറോപ്യൻ നാടുകളിലെല്ലാം നമ്മൾ കണ്ടു, ബംഗാളിൽ നമ്മൾ കണ്ടു, ത്രിപുരയിൽ നമ്മൾ കണ്ടു. അതിപ്പോ കേരളത്തിൽ സർവ്വസാധാരണമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഇതൊരു ഒറ്റപ്പെട്ട വാക്കായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല, ഒറ്റപ്പെട്ട സംഭവമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. സമ്പൂർണ്ണമായിട്ടുള്ള തകർച്ചയിലേക്കാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പോകുന്നത്. ഇത്തരം തുറന്നു പറച്ചിലുകളെ BJP എങ്ങനെ കാണുന്നു? അല്ല, BJPക്ക് ഇത് സംബന്ധിച്ച് ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് നേരത്തെ തന്നെ ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ള വിഷയമാണ്. ബംഗാളിൽ ത്രിപുരയിലും സംഭവിച്ച കാര്യം ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണ് കേരളത്തിൽ സംഭവിച്ചത്. ആ കാലയളവിന്റെ ഒരു മാറ്റർ ഓഫ് ടൈമിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്തായാലും ഇത് വളരെ വളരെ സ്വാഗതാർഹമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ തകർച്ച കേരളത്തിൽ BJPക്കാണ്, ദേശീയ പ്രസ്ഥാനങ്ങൾക്കാണ് ഏറ്റവും പ്രയോജനകരമായി മാറാൻ പോകുന്നത്. ശരി, ശ്രീ കെ സുരേന്ദ്രനൊപ്പം ചേർന്നതിന്. ഇ.പിയുടെ ബോംബിൽ പ്രതികരിക്കുകയായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ. അതായത് CPMന്റെ അപജയത്തിൻ്റെ അങ്ങേയറ്റത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ത്രിപുരയിൽ, ബംഗാളിലൊക്കെ കണ്ടത് നമുക്ക് കേരളത്തിലും വളരെ പെട്ടെന്ന് കാണാനാകും എന്ന സൂചനയിലേക്കാണ് ഈ തുറന്നു പറച്ചിലുകൾ, വിയോജിപ്പുകൾ, വിമർശനങ്ങൾ ഒക്കെയും ചൂണ്ടിക്കാട്ടുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. വളരെയധികം നന്ദി ശ്രീ കെ സുരേന്ദ്രൻ. ഒപ്പം ചേർന്നതിന് വീണ്ടും പ്രജിത്തിലേക്ക്. പ്രജിത്ത് പറഞ്ഞു വന്നത് തുടർന്നോളൂ. കൃഷ്ണരാജ്, ഈ വിഷയങ്ങളിലൊക്കെ ഇ.പിയുടെ വാക്കുകളൊക്കെ പലയിടത്തും കൊള്ളുന്നതാണ്. വീണ്ടും വീണ്ടും വീണ്ടും
ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം എൻ്റെ വെളിപ്പെടുത്തൽ വരെ കഥയുണ്ടാക്കി. തിരഞ്ഞെടുപ്പ് വിഷയം ചർച്ച ചെയ്തതിന് മുൻപ് തന്നെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ സൃഷ്ടിച്ചു. അതുപോലെ തന്നെ ഈ മറ്റ് കാര്യങ്ങൾ കൂടി അങ്ങനെയൊക്കെയോ സൃഷ്ടിച്ചു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. എന്നാൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കാര്യം കൃത്യമായി ഈ ആത്മകഥയിൽ കൃത്യമായി പറയുന്നുണ്ട്. കാരണം നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ദിവസം VS സഞ്ജയത്തെ TP ചന്ദ്രശേഖരൻ്റെ കുടുംബത്തെ ചെന്ന് കണ്ട കാര്യമൊക്കെ ഈ ആത്മകഥയിൽ കൃത്യമായി പറയുന്നുണ്ടെങ്കിലും ഈ ദേശാഭിമാനിയുമായി ബന്ധപ്പെട്ട വിവാദം അത് വളരെ കാലം മുൻപ് തന്നെ EP-യുമായിട്ടുള്ള ബന്ധപ്പെടുത്തിയുള്ള വിവാദങ്ങളിലൊന്നാണ്. ബോണ്ട് വിവാദം എന്ന രീതിയിൽ നമ്മൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു തരത്തിലുള്ള ചർച്ചയും വീണ്ടും വരാം. ഇപ്പോൾ PC ജോർജ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പക്ഷേ PC ജോർജ്, വാർത്ത കേട്ട് കാണുമല്ലോ. തെരഞ്ഞെടുപ്പ് ദിവസം DC ബുക്സിലെ ആത്മകഥയിലൂടെ EP ജയരാജൻ പറഞ്ഞതെന്തെന്ന് പാർട്ടിക്കെതിരെ, പിണറായിക്കെതിരെ രൂക്ഷ വിമർശനം. ഏറ്റവും ഒടുവിൽ സരിൻ്റെ സ്ഥാനാർത്ഥിത്വം പോലും തെറ്റായിപ്പോയി, സരിൻ അവസരവാദിയാണ് എന്ന് വരെ പറഞ്ഞു നിർത്തുന്നു. അതായത് ഏറ്റവും പുതിയ കാര്യങ്ങൾ വരെ ഉൾപ്പെടുത്തുന്നു. എന്താണ് പ്രതികരണം? അതായത് EP ജയരാജൻ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞോളാം, ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഏക കമ്മ്യൂണിസ്റ്റുകാരൻ അയാളാണ്. പിണറായി എഴുതുന്നല്ലോ. അതൊരു നല്ല കമ്മ്യൂണിസ്റ്റുകാരന്. അങ്ങേർക്ക് മനസ്സിൽ തോന്നിയ വേദനിക്കുന്ന അനുഭവങ്ങൾ അങ്ങനെ സുഹൃത്തുക്കളായി പങ്കുവെക്കുന്നു. അത്രേ ഉള്ളൂ. അത് ജനം അറിയട്ടെ. സ്വാഭാവികമായിട്ട് ബംഗാൾ ഘടകം പോലെ CPM ബംഗാൾ ഘടകം പോലെ ഇവിടെ നശിക്കാൻ പോവാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള പരിപാടികളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തെളിവ് തെരഞ്ഞെടുപ്പ് തന്നെ വരും. ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കല്ലേ, നോക്കിക്കോളും. കഴിഞ്ഞ തവണ ചേലക്കരയുള്ള ഭൂരിപക്ഷവും ഇത്തവണത്തെ ഇലക്ഷൻ എന്തായിരിക്കും? അവിടെ ആര് ജയിക്കുമെന്ന് അറിയില്ലാത്ത എല്ലാവരും സമ്മതിക്കുന്നത്. LDF-നും UDF-നും അതോടൊപ്പം BJP-ക്കും വളരെ സാധ്യത. BJP ഏറ്റവും വലിയ ജനകീയനായ ഒരാളെയാണ് ചേലക്കര നിർത്തിയിരിക്കുന്നത്. സ്വാഭാവിക അദ്ദേഹം വിജയിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. അതുപോലെ നമുക്ക് വയനാട് എന്താ പറ്റിയിരിക്കുന്നത്? വയനാട് സ്വാഭാവികമായി രാഹുൽ ഗാന്ധിയുടെ അമിത അംഗീകാരമുള്ള മേഖല എന്തെങ്കിലും അവിടെ മത്സരം പോലും ഇല്ലെന്നാണ് പുറത്ത് പറഞ്ഞത്. അതായത് രാഹുൽ ഗാന്ധിയൊക്കെ ഒരു ഭൂരിപക്ഷമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടാൻ പോകുന്നു. ഇപ്പൊ എന്തായി? അവിടെ വോട്ട് എണ്ണിട്ട് നിലം പ്രഖ്യാപിക്കാമെന്ന് ജനം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ആ നിലയിലേക്ക് BJP-യുടെ ജനപിന്തുണ വർദ്ധിച്ചിട്ടുണ്ട് വയനാട് ജില്ലയിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് BJP-യുടെ മുന്നേറ്റത്തിന്റെ ആരംഭം കുറിക്കുന്ന ബൈ ഇലക്ഷൻ ആയിരിക്കുന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. 20-ാം തീയതി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് നോക്കിക്കോളൂ. പാലക്കാട് സീറ്റ് BJP താമരച്ചെന്ന് ജയിച്ചിരിക്കുന്നതാരും. അതായത് BJP-യുടെ ഒരു തേരോട്ടം ഈ കേരളത്തിൽ നടക്കാൻ പോകുന്നതിന് തെളിവായി ഈ ബൈ ഇലക്ഷൻ മാറാൻ പോകുന്നു എന്നാണ് സത്യം. PC ജോർജ്, അതായത് ഈ പിണറായിയെ വെറുതെ വിടുന്നില്ല, പാർട്ടി ചെയ്തതാണ് തെറ്റ്, അതായത് പാർട്ടി അപ്പാടെ മാറിപ്പോയി എന്ന് പറയുകയാണ്. പുസ്തകത്തിൻ്റെ പേര് തന്നെ കട്ടൻ ചായയും പരിപ്പുവടയും എന്നാണ്. അതായത് പഴയ കാലത്ത് നിന്ന് നിങ്ങൾ എത്രമാത്രം മാറിപ്പോയി, ഞാനാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ടോ EP പറയുന്നതല്ലേ ശരി? പഴയ കമ്മ്യൂണിസ്റ്റുകാരൻ അത് VS അച്യുതാനന്ദൻ വീണതോടുകൂടി കമ്മ്യൂണിസം കേരളത്തിൽ തീർന്നു. VS അച്യുതാനന്ദനാണ് അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ. അങ്ങനെ വീട് പോയി. ഇനി അങ്ങനെ കേൾക്കാനും മിണ്ടാനും പറ്റാത്തതുകൊണ്ട് കമ്മ്യൂണിസം തീർന്നു പോയി. പിണറായി വിജയൻ എങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആവും? വാർത്ത വരുന്നു. EP-യുടെ പ്രതികരണം: പുസ്തകം പ്രസിദ്ധീകരിക്കാൻ DC ബുക്സിനെ ഏർപ്പെടുത്തിയിട്ടില്ല, DC-യുമായി ഒരു കരാറുമില്ല, നിയമ നടപടി സ്വീകരിക്കും, ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ, പുസ്തകം വൈകാതെ പ്രസിദ്ധീകരിക്കും. വാർത്തയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്, തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ വാർത്ത വന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന്. എന്താണിത്? DC ബുക്സ് പോലെ ജനപ്രിയമായ, ഏറെക്കുറെ വിശ്വാസ്യതയുള്ള, പ്രമുഖരെല്ലാം ആത്മകഥ എഴുതുന്ന കഥകളും നോവലുകളും ഒക്കെ പ്രസിദ്ധീകരിക്കുന്ന ഒരു സ്ഥാപനത്തിന് നേരെ വിരൽ ചൂണ്ടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണോ EP? അങ്ങനെ ഇപ്പൊ തൽക്കാലം പാർട്ടിയിൽ നിന്ന് നടപടി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞാലും അവസാനം സത്യം പുള്ളി പറയും. ഒരു സംശയമുണ്ട്, EP അങ്ങനെ ഓടി വിളിക്കുന്നവനൊന്നുമല്ല. അത് കാരണം കൊല ചെയ്യപ്പെട്ടവനാണ്. ഇത് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് പ്രത്യേകം ജീവൻ തിരിച്ചു വന്ന ആളാണ്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഒരു ഉണ്ട ഇരിപ്പുണ്ടെന്നാണ് പറഞ്ഞത്, ചെവിക്ക് പുറകിൽ. അത് ഓപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറായി നടന്നുകൊണ്ട് EP ജയരാജൻ വേദനിക്കുന്ന അനുഭവം എന്ന് പറയുമ്പോൾ നമ്മളെന്തിനെ കുറ്റപ്പെടുത്തുന്നത്? DC ബുക്സിനെ പുള്ളി ഇപ്പൊ പിടിച്ചിരിക്കാൻ വേണ്ടി എന്ത് പറഞ്ഞാലും DC ബുക്സിൽ നിന്ന് അദ്ദേഹം അവസാനം കുറ്റപ്പെടുത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം പറയുമ്പോൾ സത്യമാണെന്ന് തെളിയില്ല. അദ്ദേഹം ഇപ്പൊ പറഞ്ഞിരിക്കുകയാണ് DC ബുക്സ് പ്രസിദ്ധീകരിച്ച് പറയുക ഏതാ തെറ്റ്? മുഴുവൻ സത്യങ്ങളല്ലേ? ആ നിലയ്ക്ക് നമുക്ക് ആലോചിക്കണം. ഇവിടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ ഇന്നത്തെ നില എന്താ? ഇവിടെ കട്ടക്കാപ്പിയും
പരിപ്പഴം തിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊന്നുമില്ല. ഇന്ന് കോഴിയിറച്ചിയും കോഴി ബിരിയാണിയും തിന്ന് അതുപോലെ തന്നെ നല്ല സൂപ്പ് കുടിച്ച് ജീവിക്കുന്ന കമ്മിറ്റികളാ. CPM കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി നടക്കുന്ന പോലും അവിടെ എല്ലാവർക്കും ചിക്കൻ സൂപ്പും അതുപോലെ ചിക്കൻ കറിയും അതുപോലെ തന്നെ മട്ടൻ കറിയും അതുപോലെ സമോസ അതുപോലെ തന്നെ പൊറോട്ടയും ഒക്കെ കൊടുത്തല്ലേ തുടങ്ങുന്നത്. പണ്ട് കാലത്ത് കട്ടൻ കാപ്പിയും ഒരു പരിപ്പടി കുഴിച്ച് തിന്നും ജീവിച്ചിരുന്ന കാട്ടി കമ്മിറ്റിയൊക്കെ ഇന്ന് പോയി. ഇന്നിപ്പോ ഹൈ ക്ലാസ് ആയി. അതേപ്പറ്റി ഞാൻ ചോദിച്ചപ്പോൾ നേതാവ് പറഞ്ഞ് കാലം മാറുന്ന ദിവസം ഞങ്ങളും മാറണ്ടേന്നു. ഇവിടെ ബാക്കിയുള്ള പാർട്ടിക്കാരെങ്ങനെ ജീവിക്കുന്നത്? ബാക്കിയുള്ള പാർട്ടി കമ്മിറ്റി ഒരു ചായ കൊടുക്കുമോ, അതുക്കുള്ളു കൊടുക്കുമോ? ഇത് നല്ല സൂപ്പും മട്ടൻ ഫ്രൈയും കൊടുക്കാന്ന് പറഞ്ഞ ഒന്ന് ആലോചിച്ച് ആട്ടം നടക്കട്ടെ. ഇതുപോലെ കോടാനുകോടി രൂപ കട്ടുണ്ടാക്കിയിട്ടും ജനങ്ങള് അവസാനം ഇലക്ഷൻ സമയത്ത് ഒരു കിറ്റ് കൊണ്ട് കൊടുക്കും, അതിന് പുറകെ വോട്ട് ചെയ്യാൻ പോവുക. എന്നാൽ ഈ ഒരു കിറ്റ് കൊണ്ട് ഞങ്ങളെ വിറ്റു എന്ന് മനസ്സിലാക്കാൻ വോട്ടർക്ക് അവസരം ഉണ്ടാകുന്നില്ല. ഈ പ്രവർത്തനത്തോടെ ഒരു സംശയം വേണ്ട, ഇത് ഞങ്ങളെ വിൽക്കപ്പെട്ടതാണ് എന്ന് പാവപ്പെട്ട വോട്ടർമാർ തിരിച്ചറിയാൻ പോവാണ്. ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ കേന്ദ്രത്തില് പ്രധാനമന്ത്രി നരേന്ദ്ര മോദിജിയുടെ നേതൃത്വം അംഗീകരിക്കുന്ന ജനങ്ങൾ പൂർണ്ണമായി കേരളത്തിൽ ഉണ്ടായി വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ശരി, വളരെയധികം നന്ദി ശ്രീ PC ജോർജ് പ്രതികരിച്ചതിന്.